ഓം ശാന്തി. ഞാൻ സ്വയം തന്നെ കാണുന്നു. ഭൃഗുടി കുടീരത്തിലിരിക്കുന്ന ഞാൻ ഒരു ചൈതന്യ ആത്മാവാണ്. പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുള്ള രാജർഷിയാണ്. സർവപ്രാപ്തികളുണ്ടായാലും ഒരു പരിധിയുള്ള ആകർഷണവും മനസ്സിനെയും ബുദ്ധിയെയും ആകർഷിക്കുന്നില്ല. സർവപരിധിയുള്ള ആകർഷണങ്ങളിൽ നിന്നും ഞാൻ മുക്തമാകുന്നു. ബേഹദ് എന്നാൽ ഞാൻ ബാപ്പ് സമാനം സമ്പൂർണ്ണ സമ്പന്ന ആത്മാ, സദാ സർവ കർമ്മേന്ദ്രിയങ്ങളുടെയും രാജ്യ അധികാരിയാണ്. ഞാൻ ബാപ്പ് സമാനം സമ്പന്നനും സമ്പൂർണനുമായ ആത്മാ, തൻ്റെ സർവ കർമ്മേന്ദ്രിയങ്ങളുടെയും രാജ്യ അധികാരിയാണ്. ഇപ്പോൾ സങ്കൽപ്പത്തിൽ പോലും അധീനതയില്ല. സദാ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി. ഈ ദേഹവും ദേഹത്തിൻ്റെ ലോകവും വ്യക്തഭാവം, വൈഭവങ്ങളുടെ ഭാവം, ഈ സർവ ആകർഷണങ്ങളിൽ നിന്നും ഞാൻ സദാ ദൂരെയായിരിക്കുന്നു. ശാന്തിയുടെ സാഗരം, ബാബയുടെ സന്താനം. ഞാൻ ആത്മാ സൈലൻസിന്റെ ശക്തിയാൽ സമ്പന്നമാണ്. ഞാൻ കർമ്മേന്ദ്രിയ ജീതാത്മാവാണ്. മനസ്സും ബുദ്ധിയും സംസ്കാരവും ഈ സൂക്ഷ്മ ശക്തികളുടെ മേലെ ഞാൻ വിജയിയാകുന്നു. ഞാൻ ഏകാഗ്രചിത്തനാവുന്നു. പരമധാമ നിവാസി ശ്രേഷ്ഠാത്മാവാണ്. ഈ സങ്കല്പത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ മനസ്സ് പരമധാമത്തിൽ ഏകാഗ്രമാക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ഞാൻ പരമധാമ നിവാസി ശ്രേഷ്ഠാത്മാവാണ്. ഈ സങ്കല്പത്തിൽ സ്ഥിതമാകുന്നു. ബുദ്ധിരൂപി നയനം ശിവജ്യോതിയിൽ പൂർണ്ണമായും ഏകാഗ്രമാക്കുന്നു. ഇന്ന് ബാപ്പുദാദ നവവർഷത്തിൻ്റെയും നവയുഗത്തിൻ്റെയും കോടി മടങ്ങ് ആശംസകൾ നൽകുന്നു. ഞാൻ ലോകത്തിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് വിശേഷമായി 2 സ്വരൂപങ്ങളെ പ്രത്യക്ഷമാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഒന്ന് ദയാമനസ്കനും മംഗളകാരിയും, രണ്ടാമത് മാസ്റ്റർ ദാതാവ്. ബാബ എന്നെ കൂട്ടുകാരനാക്കി മാസ്റ്റർ ദാതാവായി തൻ്റെ വലങ്കൈയാക്കി. ബാബ സൂചന നൽകുകയാണ്.
വിശ്വത്തിലെ എല്ലാ ആത്മാക്കൾക്കും മുക്തി കൊടുക്കണം. ദാതാവിൻ്റെ കുട്ടിയായ ഞാൻ ശ്രേഷ്ഠ സങ്കല്പത്തിലും മനസാശക്തിയിലൂടെയും ശബ്ദത്തിലൂടെയും സംബന്ധ സമ്പർക്കത്തിലൂടെയും ശുഭഭാവനയിലൂടെയും ഏതെങ്കിലും യുക്തിയിലൂടെ മുക്തി കൊടുക്കുന്നു. ബാപ്പ് ദാദ തൻ്റെ വലം കൈയായ കുട്ടികളോട് പറയുന്നു, ദയ കാണിക്കൂ. ഇതാണ് തീവ്ര പുരുഷാർത്ഥം. ഞാൻ ചെക്ക് ചെയ്യുകയാണ് എന്നിൽ നിമിത്ത ഭാവമുണ്ടോ എന്ന്. റോയൽ രൂപത്തിലെ എൻ്റേതെന്ന ഭാവമില്ലല്ലോ എന്ന്. ഓരോ കാര്യത്തിലും നിമിത്ത ഭാവമുണ്ടാകുന്നു. അപ്പോൾ വിനയഭാവനയും ഉണ്ടാകുന്നു. നിമിത്തവും വിനയഭാവത്തോടെയും നിർമ്മാണം ചെയ്യുന്നു. പിന്നെ നിർവാണ സ്ഥിതിയിൽ സ്ഥിതമായിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും മുക്തി ആഗ്രഹിക്കുന്നു. ഈ 4 കാര്യങ്ങളും പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്ന് ഞാൻ തീവ്ര പുരുഷാർത്ഥിയാകുന്നു. വൈ എന്നതിനു പകരം വാഹ് എന്ന് പറയുന്നു. ഞാൻ നയനങ്ങളിൽ ബാബയാകുന്ന ബിന്ദുവിനെ ഉൾക്കൊള്ളുന്നു. ഞാനും ബാബയും മാത്രം. എൻ്റെ ശുഭഭാവന, ശുഭകാമന അവിനാശിയാണ്. എൻ്റെ മേലെ അശുഭഭാവനയുടെ പ്രഭാവം വീഴാൻ സാധ്യമല്ല. ശുഭഭാവന, ശുഭകാമന ഈ സങ്കല്പശക്തിയിൽ വലിയ ശക്തിയാണ്. ബാപ്പദാദ എല്ലാവരിലും ശുഭഭാവന വെച്ച് ബാബയുടേതാക്കി. ഞാൻ എൻ്റെ ഹൃദയത്തിലൂടെ പറയുന്നു, എൻ്റെ ബാബ. ബാപ്പദാദ ആത്മാക്കളുടെ മേലെ ദൃഷ്ടി വയ്ക്കുന്നു, ദയുണ്ടാകുന്നു. പ്രകൃതി ആത്മാക്കളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ദാതാവാകുന്നു, ദയാമനസ്കരാകുന്നു. ഞാൻ എന്നിൽ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി പ്രത്യക്ഷപ്പെടുത്തുന്നു. ഞാൻ മുക്തിധാമത്തിൻ്റെ കവാടം തുറക്കാൻ നിമിത്തമാകുന്നു. അതിനുള്ള താക്കോലാണ് പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി. ഞാൻ ഒരു സെക്കൻഡിൽ ബിന്ദുവായി ബിന്ദു ബാബയെ ഓർമ്മിക്കുന്നു. എന്ത് തന്നെ കാര്യമുണ്ടായാലും അതിന് ബിന്ദുവിടുക. സെക്കൻഡിൽ ഞാൻ ബാബയുടേത്, ബാബ എൻ്റേത്, അത്രമാത്രം. ബാബ എനിക്ക് വരദാനം നൽകിയിരിക്കുന്നു. സർവസിദ്ധി സ്വരൂപമായി ഭവിക്കൂ. ഏകാഗ്രതയുടെ അഭ്യാസത്തിലൂടെ ഞാൻ ഏകരസസ്ഥിതി ഉണ്ടാക്കുന്നു. ഏകാഗ്രതയിലൂടെ
വ്യർത്ഥം സമാപ്തമാക്കുന്നു, സമർത്ഥത കൈവരുന്നു. ഞാൻ ഏകാഗ്രതയോടെ ഒരു ശ്രേഷ്ഠ സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കുന്നു. സങ്കല്പം, വാക്ക്, കർമ്മം എല്ലാം സഹജമായി സിദ്ധമാകുന്നു. അതിനായി ഞാൻ ഏകാന്തവാസിയാകുന്നു. ഒരു തവണ സംഭവിച്ച തെറ്റിനെ വീണ്ടും വീണ്ടും ചിന്തിക്കുകയെന്നാൽ കറകൾ ചേർന്നു പോകുന്നു. അതിനാൽ കഴിഞ്ഞതിന് ബിന്ദുവിടുന്നു.